എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരൺ. ഞാൻ ഈ സ്ഥാപനത്തിലെ മാത്സ് അധ്യാപകനാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ക്ലാസ് എടുക്കാനായി വരുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ഡെസിമൽ ഫോംസ് ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. ഡെസിമൽ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ അതിൽ പഠിച്ചിരുന്നു. 9ാം ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ പൂർണ്ണമായി പഠിക്കുകയാണ്. ഇതിന്റെ ബാക്കി പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുക. അപ്പൊ നോക്കിയേ, ഡെസിമൽ ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്പർ എടുക്കുമ്പോൾ, അതായത് ഒരു നമ്പർ എടുക്കുമ്പോൾ പോയിന്റ് വരുന്ന നമ്പേഴ്സിനാണ് എന്താ നമ്മൾ പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 3.6. ഇതിൽ പോയിന്റ് വന്നിട്ടുണ്ടല്ലോ, ഇതാണ് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. പോയിന്റ് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഡെസിമൽ പോയിന്റ്. പോയിന്റ് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഫോംസിൽ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നതാണ്, എങ്ങനെയാണ് ഈ ഡെസിമൽ നമ്പേഴ്സ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കി, ഒരു ഫ്രാക്ഷൻ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, ഇത് ഹാഫ് ആണ് ഇല്ലയോ? 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഇത് ഹാഫ് ആണ്. ഇതിനെ നമ്മൾ വേറൊരു രൂപത്തിൽ എഴുതും. എന്താണ്? 0.5 എന്ന് നമ്മൾ എഴുതാറുണ്ട്. 1/2 നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? 0.5 എന്ന് നമ്മൾ എഴുതാറുണ്ട്. 1/2 എന്ന് വെച്ചാൽ ഹാഫ് ആണ്. ഹാഫിനെ നമ്മൾ വേറൊരു രൂപത്തിൽ എഴുതാൻ 0.5 എന്നും എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒരു ഫ്രാക്ഷന്റെ മറ്റൊരു രൂപമാണ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഫ്രാക്ഷന്റെ മറ്റൊരു രൂപമാണ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഫ്രാക്ഷനെ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന നമ്പർ ആണ് എന്താണ്, ഡെസിമൽ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഫ്രാക്ഷന്റെ മറ്റൊരു രൂപമാണ് ഡെസിമൽ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? ഫ്രാക്ഷന്റെ മറ്റൊരു രൂപമാണ് ഡെസിമൽ നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻ എടുക്കാം. കുറച്ച് ഫ്രാക്ഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. നോക്കിയേ, നമ്മൾ ആദ്യത്തെ ഫ്രാക്ഷൻ, അതായത് നമ്മൾ ഇതിനകത്ത് ഒരു 2-3 ടൈപ്പ് പഠിക്കാറുണ്ട്. ഒരു 3-4 ടൈപ്പ് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ ടൈപ്പിലേക്ക് നോക്കാം. 2/10 നമ്മളൊരു ഫ്രാക്ഷൻ എടുക്കും. 2/10. ഈ 2/10 എന്ന് പറയുമ്പോൾ നോക്കുക, ഈ ഫ്രാക്ഷനിൽ ഇതിന്റെ ഡിനോമിനേറ്റർ ആണല്ലോ ഇത്. ഈ ഡിനോമിനേറ്റർ ഇവിടെ എത്രയാണ്? 10 ആണ്. ഓക്കെ, 2/10 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ എത്രയാണ്? ഇവിടെ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ, അതായത് ഒരു ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 10-ഓ 10ന്റെ പവറോ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? ഒരു ഫ്രാക്ഷൻ എടുത്ത് നമ്മൾ അതിനെ ഡെസിമൽ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. ഡെസിമൽ രൂപത്തിലോട്ട് നമ്മൾ മാറ്റാൻ പോവാം. അങ്ങനെ മാറ്റുമ്പോൾ ആ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിൽ 10-ഓ 10ന്റെ പവറോ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മളിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? 10-ഓ 10ന്റെ പവേഴ്സോ വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് 10-ഓ 10ന്റെ പവേഴ്സോ എന്ന് പറയുമ്പോൾ 10, 100, 1000, 10,000 ഒക്കെയാണ് 10-ഓ 10ന്റെ പവേഴ്സോ എന്ന് പറയുമ്പോൾ വരുന്ന നമ്പേഴ്സ്. ഇതാണ് 10, 100, 1000, 10,000. അപ്പൊ ഇങ്ങനെ തന്നെ ഉള്ള നമ്പേഴ്സ് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2/10. 2/10 ഇതിനെ നമ്മൾ മാറ്റുന്നത്, നോക്കിയേ, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. ഇവിടെ ഡിനോമിനേറ്ററിൽ 10 അല്ലേ കിടക്കുന്നത്? ഡിനോമിനേറ്ററിൽ 10 അല്ലേ കിടക്കുന്നത്? അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഡെസിമലിലോട്ട് മാറ്റും? അത് മാറ്റാൻ വേണ്ടി ന്യൂമറേറ്റർ എന്താണോ തന്നിരിക്കുന്നത് അതെടുത്ത് എഴുതുക. അത് മാറ്റാൻ വേണ്ടി ന്യൂമറേറ്റർ എന്താണോ തന്നിരിക്കുന്നത് അതെടുത്ത് എഴുതുക. എന്നിട്ട് ഇവിടെ 10 അല്ലെങ്കിൽ 10ന്റെ പവർ, ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10ന് എത്ര 0 ഉണ്ട്? 1 0. 10ന് എത്ര 0 ഉണ്ട്? 1 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റണം. അതായത് ഇവിടെ ഒരു പോയിന്റ് വരും. ഇത് നമ്മൾ സാധാരണ നമ്പർ എഴുതുമ്പോൾ ഇടാറില്ല. സാധാരണ നമ്മൾ 2, 3 അങ്ങനെ എഴുതി പോത്തേ ഉള്ളൂ.
പക്ഷെ ഇതാണ്ട് ഇതിന്റെ ഈ നമ്മൾ നമ്പർ എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. ആ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകണം. അത് ഇവിടുത്തെ ഡിനോമിനേറ്ററിന്റെ 0 അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ്? ഇവിടെ കിടക്കുന്ന റൈറ്റ് കിടക്കുന്ന ആ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകണം. അത് നമ്മൾ ഇടുന്നത് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിലെ 0 അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ ഫ്രാക്ഷൻ, നമ്മുടെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ 10 ആണല്ലോ. 10ന് എത്ര 0? ഒരു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അതായത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അതായത് പോയിന്റ് ഇവിടെ വരും. അതായത് ആൻസർ എങ്ങനെ വരും? 0.2 എന്ന് വരും. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മുടെ റൈറ്റ് സൈഡിൽ പോയിന്റ് ഉണ്ട്. അത് സാധനം നമ്മൾ ഇടാറില്ല. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിലോട്ട് ആക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അതായത് ഇവിടെ 2/10 എന്നാണ് അർത്ഥം. 2/10 എന്ന് പറയുമ്പോൾ 10ന് എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. അടുത്ത നോക്കിയേ, 32/100. 32/100 ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ എന്ത് ചെയ്യണം? 32നെ അതുപോലെ എടുത്തില്ല. അതായത് നമ്മൾ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിനെ അതുപോലെ എടുത്തെഴുതാം. 32. ഇനി നമ്മൾ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ നോക്കുക. തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ ഏതാണ്? 100 ആണ്. 100ന് എത്ര 0 ഉണ്ട്? 2 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 വെട്ടം, 1 2 വെട്ടം ലെഫ്റ്റിലേക്ക് മാറ്റണം. ഇവിടെ 2 0 ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 വെട്ടം ലെഫ്റ്റിലോട്ട് മാറ്റിയത്. 2 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റിയത്. നോക്കി, റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു? 2 വെട്ടം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയത്. 2 പ്ലേസ് ആണ് നമ്മൾ മാറ്റിയത്. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ വരും? പോയിന്റ് കാരണം ഇവിടെ വരും. അതായത് 0.32 എന്ന് വരും. 0.32 എന്ന് വരും. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഒരു കണക്കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 3/100. 3/100 നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തുവാ? ന്യൂമറേറ്റർ അതുപോലെ എടുത്ത് എഴുതുക. ന്യൂമറേറ്റർ അതുപോലെ എടുത്ത് എഴുതുക. എഴുതി. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നേ? ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കുക. ഡിനോമിനേറ്റർ ഏതാണ്? 100. 100ന് എത്ര 0 ഉണ്ട്? 2 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലോട്ട് 2 പ്ലേസ് മാറ്റണം. ലെഫ്റ്റ് സൈഡിലോട്ട് 2 പ്ലേസ് മാറ്റണം. ഇതാണ് ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലോട്ട് 2 പ്ലേസ് മാറ്റാം. നോക്കിയേ, അതായത് പോയിന്റ് ഇവിടെ വരും, ഇല്ലയോ? പോയിന്റ് ഇവിടെ വരും. ഇവിടെ പക്ഷെ നമ്പർ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ വരും? 0.03 എന്ന് വരും. 0.03 എന്ന് വരും. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കാണും, ആൻസർ എഴുതുമ്പോൾ പോയിന്റിന് മുമ്പ് ഒരു 0 വരും. അത് നമ്മൾ അങ്ങനെ ഇടുന്ന കാരണം എന്ന് വെച്ചാൽ ഈ പോയിന്റ് നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിന് മുമ്പ് 0 ഇടുന്നത്. ഈ 0.2നെ നമുക്ക് പോയിന്റ് 0.2നെ നമുക്ക് 0.2 എന്ന് ഇടാം. 0.32നെ നമുക്ക് എന്ത് ചെയ്യാം? 0.32 എന്ന് നമുക്ക് ഇടാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താ 0.2നും 0.32നും അല്ലെങ്കിൽ 0.03നും നമ്മൾ ഇടുന്നത്. മനസ്സിലായല്ലോ? 0.03 മുമ്പ് ആ പോയിന്റിന് മുമ്പ് 0 ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? കാരണം നമ്മൾ എന്താ പോയിന്റ് അവിടെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു 0 അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 7/10. 7/10 നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആ ന്യൂമറേറ്റർ അതുപോലെ എടുത്ത് എഴുതണം. ന്യൂമറേറ്റർ അതുപോലെ എടുത്ത് എഴുതും. ഇനി നമ്മൾ നോക്കുക, ഡിനോമിനേറ്റർ 10 10ന്റെ പവർ ആണോ എന്ന് നോക്കാം. ഡിനോമിനേറ്റർ 10 10ന്റെ പവർ ആണോ? നോക്കി, 10 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 10 ആവുമ്പോൾ എന്ത് ചെയ്യണം? 10ന് എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റണം. ഈ ഇവിടെ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റണം. അതായത് എന്ത് വരും? ഇവിടെ കിടക്കുന്ന പോയിന്റ് എങ്ങോട്ട് വരും? ഇവിടെ വരും. അതായത് 0.7 വരും. അതായത് നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.7 എന്ന് കിട്ടും. 0.7 എന്ന് കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം.
19/100. 19/100. നോക്കിയേ, 19/100 ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമലിലോട്ട് മാറ്റുക. 19/100നെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? 19നെ അതുപോലെ എടുത്തെഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? 10 10ന്റെ പവർ ആണോ നോക്കുക. 10 10ന്റെ പവർ ആണോ എന്ന് നോക്കുക. ആണല്ലോ, 10ന്റെ പവർ ആണ് അല്ലയോ? 100 ആണ്. 10 100 1000 10,000 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് 10 10ന്റെ പവേഴ്സ് എന്നോ പറയുന്നത്. ഇവിടെ 100 10ന്റെ പവർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര സീറോ ഉണ്ട്? 2 സീറോ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് പ്ലേസിലോട്ട് 2 വട്ടം പോകണം. ലെഫ്റ്റ് സൈഡില് പ്ലേസിലോട്ട് 2 വട്ടം പോകണം. അപ്പൊ നോക്കിയേ, 2 സീറോ ഇല്ലയോ? 2 വട്ടം പോകുമ്പോ എങ്ങനെയാവും? 1 2. അപ്പൊ പോയിന്റ് എവിടെ വരും? താണ്ടി ഇവിടെ വരും. അതായത് നമ്മുടെ ആൻസർ എങ്ങനെ വരും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57/1000. 57/1000. നോക്കിയേ, ഡിനോമിനേറ്റർ 10 10ന്റെ പവർ ആണോ നോക്കിയേ? ആണല്ലോ, 1000 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതി. ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതി. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നേ? ഇവിടെ എത്ര സീറോ ഉണ്ട്? 1000 ആകുമ്പോൾ എത്ര സീറോ വരും? 3 സീറോ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റിൽ കിടക്കുന്ന ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം? 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റാം. റൈറ്റിൽ കിടക്കുന്ന പോയിന്റിനെ 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റാം. കണ്ട് 1 2 3. അത് പോയിന്റ് താണ്ടി ഇവിടെ വരും. ഇവിടെ ഒരു പ്ലേസ് വന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കണം. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.057 എന്ന ആൻസർ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. 57/100 നമ്മൾ എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ അതുപോലെ 57 എടുത്ത് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് കിടക്കുന്ന ആ പോയിന്റ് എന്ത് ചെയ്യണം? 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റണം. കാരണം എന്താ? ഇവിടെ 3 സീറോ ഉണ്ട്. 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി. 1 2 3. ഇതാണ് പോയിന്റ് ഇവിടെ വരും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു നമ്പർ ഇല്ലായിരുന്നു. അപ്പൊ 3 പ്ലേസ് മാറിയപ്പോൾ നമ്പർ ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കണം. നമ്പർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അപ്പൊ ഇങ്ങോട്ട് എത്ര പ്ലേസ് മാറിയാലും അവിടെ ആ നമ്പർ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അത്രയും സീറോ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്ത ആൻസർ? 0.057. ഇതൊരിക്കലും 0.57 എന്ന് വായിക്കത്തില്ല. എന്റെ ആകത്തുള്ളൂ 0.057 എന്ന് മാത്രമേ വായിക്കൂ. 0.19 എന്ന് മാത്രമേ നമ്മൾ വായിക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കാം. 1/2. നോക്കിയേ, ഈ ക്വസ്റ്റ്യന് ചെറിയൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രാക്ഷനില് ഡിനോമിനേറ്ററില് 10 10ന്റെ പവേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? 10 10ന്റെ പവേഴ്സ് വരുന്നില്ല. അതായത് 10 100 1000 10,000 വരുന്നില്ല. ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാം? ആ ഡിനോമിനേറ്ററിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കാൻ പോവാം. അതായത് ആ ഡിനോമിനേറ്ററിനെ 10 10ന്റെ പവറിലോട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? കൺവേർട്ട് ചെയ്യാൻ പോവാം. ഫ്രാക്ഷന്റെ മറ്റൊരു രൂപമല്ലയോ ഡെസിമൽ ഫോംസ് ആയിട്ട് വരുന്നേ. നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ത് ചെയ്യാൻ പോവാം? ഡെസിമൽ ഫോംസ് ആക്കുമ്പോൾ ഇവിടെ നമുക്ക് 10 10ന്റെ പവറോ അല്ല, 10 10ന്റെ പവറോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം ചെയ്യാൻ പറ്റും. ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ സീറോയുടെ എണ്ണം നോക്കി പോയിന്റ് മാറ്റി കൊടുത്താൽ മതി. ന്യൂമറേറ്ററിൽ പോയിന്റ് മാറ്റി കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്താണ്? 10 10ന്റെ പവേഴ്സോ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? അതിനെ മാറ്റാൻ പോവാം. 1/2 ഈക്വൽ ടു ഇതിന് ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ട് ആക്കാൻ പോവാം. ഡിനോമിനേറ്റർ 10 10ന്റെ പവറോ വരുന്നതിന് ആക്കാൻ പോവാം. അത് 10 100 1000 ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ആക്കാൻ പോവാം. ഏതെങ്കിലും ഒരെണ്ണമാണ് 10 100 1000 എന്റെ ഏതെങ്കിലും ഒരെണ്ണം ഏതാണോ പറ്റുന്നത് അതിലോട്ട് ആക്കാൻ പോവാം. അതാണ് ആദ്യം നമുക്ക് 10 അല്ലേ ആദ്യം വരുന്നത്. 10 നമുക്ക് നോക്കാം. ഇവിടെ 10 ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ 2ന്റെ കൂടെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 10 കിട്ടും എന്ന് നമ്മൾ നോക്കാം. 2ന്റെ കൂടെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും എന്ന് നോക്കണം. നമുക്കറിയാം എന്താണ്? 2 × 5 എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ആദ്യം 10 തന്നെ ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ 10 എഴുതാം. 2 × 10 എഴുതണമെങ്കിൽ നമുക്ക് എന്തിവിടെ ചെയ്യണം? ഈ 2ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ? ഇവിടെ 10 ആവത്തുള്ളൂ. നമ്മൾ ഇവിടെ 2ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ന്യൂമറേറ്ററിലും
മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതേ സംഖ്യ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാതെ അത് മറന്നു പോകരുത്. ഡിനോമിനേറ്ററിൽ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ സംഖ്യ തന്നെ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 5 കിട്ടി. 1 into 5 എത്ര കിട്ടി, 5 കിട്ടി. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഫ്രാക്ഷൻ എന്തായി, 5/10. നമുക്ക് എളുപ്പമായില്ലയോ? ഡിനോമിനേറ്ററിൽ എന്ത് വന്നു, 10 10ന്റെ പവർ വന്നില്ലയോ? നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് നമുക്ക് എളുപ്പം കൺവേർട്ട് ചെയ്യാം. 5/10 എന്ത് ചെയ്യണം, ആദ്യം പവർ 10 10ന്റെ പവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ന്യൂമറേറ്റർ അതുപോലെ എഴുതാം. എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക. എത്ര പ്ലേസ് മാറ്റണം, ലെഫ്റ്റ് സൈഡിലോട്ട് ഒറ്റ പ്ലേസ് മാറ്റണം. കാരണം എന്താ, ഇവിടെ 10 എത്ര സീറോ ഉള്ളൂ, ഒരു സീറോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ പ്ലേസ് മാറ്റണം. അപ്പൊ പോയിന്റ് എവിടെ വരും, താണ്ടി ഇവിടെ വരും. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരുന്നത്, 0.5 എന്ന് വരും. 0.5 എന്ന് വരും. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4. ഓക്കെ, 10ന്റെ പവറോ അല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് മാറ്റണം. ഡിനോമിനേറ്ററിനെ അതിലോട്ട് മാറ്റണം. അതേതാണ്, ഡിനോമിനേറ്ററിൽ എന്ത് വരണം, 10 100 1000 വന്നാൽ മതി. അത് മാറ്റാനായി നമ്മൾ നോക്കിയേ, 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ വരും, 10 വരുമോ? 4ന്റെ കൂടെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരുമോ, 100 വരുമോ, 1000 വരുമോ, അല്ലെങ്കിൽ 10,000 വരുമോ എന്ന് നമ്മൾ നോക്കണം. പക്ഷെ അത് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ താഴെ 2 ആയിരുന്നു. നമുക്ക് 2ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എളുപ്പം കിട്ടുമെന്ന് നമുക്കറിയാം, അല്ലയോ? പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഇല്ലയോ? അപ്പം നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള കണക്കുകളിൽ, അതായത് ഇവിടെ 10 10ന്റെ പവറോ വന്നിട്ടില്ലെങ്കിൽ ആ സംഖ്യയെ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം, എങ്ങനെ നോക്കാം, തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാം. തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. എന്നാണ് ഞാൻ ചെയ്യുമ്പോൾ 4നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഇതാണ് 2 വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2. പിന്നെ 2 വെച്ച് ചെയ്യുമ്പോൾ 1. അപ്പൊ എത്ര കിട്ടും, 4ന്റെ പ്രൈം ഫാക്ടറൈസ് എത്ര കിട്ടും, 2 into 2 എന്ന് കിട്ടും. 2 into 2 എന്ന് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഈ 4ന് പകരം കിട്ടിയ പ്രൈം ഫാക്ടറൈസ് എഴുതാൻ പോവാ. അതായത് 2 into 2 എന്ന് ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ എഴുതി, 4ന് പകരം എഴുതി. മുകളിൽ എന്തുണ്ട്, നമ്മുടെ ന്യൂമറേറ്റർ 3 ഉണ്ട്. ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് ന്യൂമറേറ്ററിൽ അത് അതുപോലെ എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനിലെ ന്യൂമറേറ്റർ തന്നെ നമ്മൾ എഴുതിയേക്കുന്നത്, വേറെ നമ്മൾ മാറ്റിയിട്ടില്ല. ഈ 4നെ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തുവാ ഫാക്ടറൈസ് ചെയ്ത്, പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ആ രൂപത്തിൽ എഴുതിയേക്കുന്നത്. ഇനി നോക്കിയേ, നമ്മൾ ഈ ഓരോ 2 കണ്ടോ, എത്ര 2 ഉണ്ട്, 2 2 ഉണ്ട്, ഇല്ലയോ, 1 2. ഈ 2 2നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, 10ന്റെ പവറിലോട്ട് മാറ്റാൻ പോകും. 10 അല്ലെങ്കിൽ 10ന്റെ പവറിലോട്ട്. നമുക്കറിയാം 2 വന്നാൽ നമുക്ക് എളുപ്പം അറിയാം. കാരണം എന്ത് ചെയ്താൽ മതി, 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പം മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 into 5 എത്ര ആണെന്ന് അറിയാം, 10 ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇവിടെ കിടക്കുന്ന ഓരോ 2നും നമ്മൾ ഒരു 5 ഒരു കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ കിടക്കുന്ന ഓരോ 2നും നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഓരോ 5 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഓരോ 2നും ഒരു 5 പെയർ ആയിട്ട് നമ്മൾ കൊടുക്കുക. കാണാൻ നോക്കുക, എത്ര 2 ഉണ്ട്, അത് ആദ്യത്തെ 2. ആ 2വിനൂടെ നമ്മൾ എന്ത് ചെയ്തു, 5 മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു വീണ്ടും ഒരു 2 ഇല്ലയോ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 5 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇതിന്റെ തന്നെ, അത് മാറത്തില്ല, സെയിം തന്നെ. ഇവിടെ നമ്മൾ എത്ര 5 കൊടുത്തു, താഴെ 2 5 ഇവിടെ കൊടുത്തിട്ടില്ലയോ, 2 5 കൊടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ലയോ. അപ്പൊ എത്ര 5 താഴെ കൊടുത്തോ അത്രയും 5 നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ 2 5 കൊടുത്തു, താഴെ 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര താഴെ കൊടുത്തോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടേ, 3 into 5 into 5 ഇല്ലയോ, നോക്കണ്ടോ, നമ്മള് താഴെ 2 5 കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 2 5 നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് എടുത്തോളൂ, ഈക്വലിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എടുത്തോളൂ. ഈ നോക്കിയേ, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. കണ്ടേ, 3 into 5 50 into 5 by 2 into 5 10 into 2 into 5 10 is equal to 15 into 5. നമുക്ക് ചെയ്ത് നോക്കാം.
15 into 5 25 75 എന്ത് കിട്ടി 75 കിട്ടി ബൈ എത്ര വരും 10 into 10 100 വരും എത്ര കിട്ടി 100 75 by 100 വന്നു കാരണം നോക്കി നമുക്ക് എളുപ്പം കിട്ടി കണ്ടോ നമുക്ക് ഈ ഫ്രാക്ഷൻ നമുക്ക് എന്തായി എളുപ്പമായി ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ നമുക്ക് എളുപ്പം പറ്റി കാരണം എന്താ ഇത് 10 10ന്റെ പവർ വന്നില്ലയോ 100 ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിനെ എളുപ്പം മാറ്റാം ഓക്കെ 75 by 100 നമ്മൾ എന്തും ആദ്യം ചെയ്യുന്നത് ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതാം ഇനി നമ്മൾ നോക്കും റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണ്ടേ അപ്പൊ മാറ്റാൻ നമ്മൾ എത്ര വട്ടം മാറ്റണം ലെഫ്റ്റ് സൈഡിലെ പ്ലേസിലോട്ട് 2 വട്ടം മാറ്റിയാൽ മതി കാരണം എന്താ ഇത് 100 ആ ബൈ 100 കിടക്കുന്നതുകൊണ്ട് 100ന് എത്ര സീറോയാ 2 സീറോയാ എന്ത് ചെയ്യണം 2 പ്ലേസ് മാറ്റണം ഇവിടെ കിടക്കുന്ന പോയിന്റ് 1 2 പോയിന്റ് എവിടെ വരും ഇവിടെ വരും അതായത് നമുക്ക് ആൻസർ എങ്ങനെ വരും 0.75 എന്ന് വരും ഞാൻ ഒന്നുകൂടെ പറയാം 3/4 ആയിരുന്നു 3/4നെ നമുക്ക് പെട്ടെന്ന് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക 10 10ന്റെ പവറിലോട്ടോ മാറ്റാൻ പോവാം അതായത് 10 100 1000 10,000 നമ്മളത് മാറ്റാൻ പോവാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണ് ചെയ്യുന്ന മെത്തേഡ് എന്താണ് 3/4 അതിനകത്തെ ഡിനോമിനേറ്ററിനെ നമ്മളെടുത്ത് എന്ത് ചെയ്തു പ്രൈം ഫാക്ടറൈസ് ചെയ്തു എന്ത് ചെയ്തു പ്രൈം ഫാക്ടറൈസ് ചെയ്തു 4നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടിയതാണ് ഈ ഒരു രൂപത്തിൽ കിട്ടി 4 is equal to 2 into 2 എന്ന് കിട്ടി നമ്മൾ എന്ത് ചെയ്തു അതിനകത്ത് ആ ഫ്രാക്ഷനിൽ 4ന് പകരം നമ്മൾ എന്തെടുത്തു 2 into 2 എന്ന് എഴുതി 3/2 into 2 എന്ന് എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഓരോ 2നെ നമ്മൾ എന്ത് ചെയ്യുക 10ന്റെ പവറിലോട്ട് ആക്കുക അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ 10ന്റെ പവറിലോട്ട് മാറ്റുന്നത് നമ്മൾ എന്ത് ചെയ്തു ഈ ഓരോ 2നും നമ്മൾ ഒരു പേരിനെ കൊടുക്കും ഏത് പേരിനെ കൊടുത്താൽ അവിടെ 10ന്റെ പവർ അല്ലെങ്കിൽ 10 ആവും 2 into 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 10 കിട്ടും അങ്ങനെ 2 into 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും 10 കിട്ടി കണ്ടോ അപ്പൊ നമ്മൾ 2ന്റെ കൂടെ ഓരോ പേരിനെ കൊടുക്കാം അതായത് ഏത് പേരാ 5നെ കൊടുത്തു 2ന്റെ കൂടെ 5 അതെ 2 into 5 into ഈ 2ന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കും into 5 ഒരു പേരായില്ലോ അപ്പൊ നമുക്ക് എന്തായി മാറിയത് 10 ആയി മാറി കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ എത്ര 5 കൊടുത്തോ ആ 5ന് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ കൊടുക്കണം ഇവിടെ നമ്മൾ എത്ര 5 കൊടുത്തായിരുന്നു 2 5 കൊടുത്തു ആ 5നെ മുകളിൽ ഇൻഡ്യൂ ചെയ്യണം 5 into 5 ചെയ്തു അങ്ങനെ നാളെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 75 by 100 കിട്ടി ഇപ്പൊ നമുക്ക് എളുപ്പമായില്ലോ താഴെ എന്താണ് ഡെസിമൽ നമ്പേഴ്സിലോട്ട് പെട്ടെന്ന് മാറ്റാം താഴെ എന്താ അത് 75 by 100 വന്നു നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഡെസിമൽ നമ്പറിലോട്ട് മാറ്റാം കാരണം എന്താ by 100 ആവുന്നേ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും 10 10ന്റെ പവറോ വന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 0.75 ആൻസർ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 1/8 ഡിനോമിനേറ്റർ 10 10ന്റെ പവറോ അല്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം 2 വെച്ച് 4 2 2 എത്ര കിട്ടും 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 into 2 വന്നു 2 into 2 വന്നു നമുക്ക് അതിനൊന്ന് മാറ്റി എഴുതാം 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത രൂപത്തിൽ എഴുതാം ഈക്വൽ ടു 1/2 into 2 അതായത് 8ന്റെ പ്രൈം ഫാക്ടർ രൂപത്തിൽ നമ്മൾ എഴുതി ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഓരോ 2നെ നമ്മൾ എന്ത് ചെയ്യുക 10ലോട്ട് കൺവേർട്ട് ചെയ്യാം 10ലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഓരോ 2നും ഓരോ പേരിനെ കൊടുക്കണം അതായത് നമ്മൾ 10ലോട്ട് അല്ലെങ്കിൽ 2 into 5 ചെയ്താലേ എന്താകത്തുള്ളൂ 10 ആകത്തുള്ളൂ 2ന്റെ കൂടെ 5 ഇൻറ്റു ചെയ്താലേ നമുക്ക് എന്താകത്തുള്ളൂ 10 ആകത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് പേർ ഏതാ ഓരോ 2നും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം ഈസ് ഈക്വൽ ടു 1/2 into 5 ഈ 2ന് നമ്മൾ പേർ കൊടുത്തു അടുത്ത ഈ 2ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ പേർ കൊടുക്കുക ഇൻറ്റു ഈ 2ന് നമ്മൾ പേർ കൊടുക്കുക നമ്മളിവിടെ താഴെ എത്ര 5 കൊടുത്തു താഴെ എത്ര 5 ആണ് ഇൻഡ്യൂസ് ചെയ്തത് 3 5 ആണ് ഇൻഡ്യൂസ് ചെയ്തത് അപ്പൊ അത്രയും 5 നമ്മൾ എന്ത് ചെയ്യണം മുകളിലും ഇൻഡ്യൂസ് ചെയ്യണം ഇൻറ്റു 5 into 5 എന്ത് ചെയ്തു 3 5 മുകളിലും ഇൻഡ്യൂസ് ചെയ്യണം കാരണം നമ്മൾ മുകളിലും ഇൻഡ്യൂസ് ചെയ്യണം അങ്ങനെ ഈക്വലായി വരത്തുള്ളൂ ഈസ് ഈക്വൽ ടു മുകളിൽ എത്ര കിട്ടും 125 കിട്ടും ഈക്വൽ ടു മുകളിൽ 5 into 5 into 5 into 125 കിട്ടും ബൈ 5 into 10 into 5 into 10 into 5 into 10 is equal to എത്ര കിട്ടും 125 by 10 into 10 into 10 എത്ര കിട്ടും 1000 എത്ര കിട്ടും
1000. ഇപ്പൊ നമുക്ക് എളുപ്പമായല്ലോ. കാരണം എന്താ, ഡിനോമിനേറ്റർ 10ന്റെ പവർ വന്നേ, 1000 വന്നേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, എളുപ്പം നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, 125 നമ്മൾ എങ്ങനെ മാറ്റുന്നത്, ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതുക. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നത്, ലെഫ്റ്റിലോട്ട് പോയിന്റ് മാറ്റണം. എത്ര എങ്ങനെ അനുസരിച്ചാണ് മാറ്റേണ്ടത്, ഡിനോമിനേറ്ററിൽ എന്താണ് നോക്കുക. ഡിനോമിനേറ്ററിൽ 1000 ആണ്. 1000 എത്ര സീറോ ഉണ്ട്, 3 സീറോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് പ്ലേസിലോട്ട് 3 പോയിന്റ് മാറ്റണം. 1 2 3. എവിടെ വരും പോയിന്റ്, ഇവിടെ വരും. അതായത് എങ്ങനെ ഒരു ആൻസർ, 0.125 എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, 3/25. നമ്മൾ എന്തോ ചെയ്യുന്നേ, ഇവിടെ 10ന്റെ പവറൊന്നും അല്ലല്ലോ, 10 10ന്റെ പവറും അല്ല. നമ്മൾ എന്തോ ചെയ്യുന്നേ, തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാം, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് ചെയ്യാം, 25നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. എത്ര വെച്ച് കിട്ടും, 5 വെച്ച്. 5 × 5 5 1. 25നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 × 5 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നേ, 25ന് വരെ പ്രൈം ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് രൂപം എഴുതാം. 3/5 × 5 എന്ന് കിട്ടി ആണല്ലോ. ഇനി നമ്മൾ എന്തോ ചെയ്യാറുള്ളത്, ഇതിന് പേര് കൊടുത്ത് എന്ത് ചെയ്യുക, 10ലോട്ട് ആക്കിയെടുക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ എത്ര വെച്ച് ഇൻറ്റു വേണം, ഇതിന്റെ പേര് കൊടുത്താൽ 10ലോട്ട് ആവാൻ. നമുക്കറിയാം 2 × 5 10 ആണ്, അല്ലയോ. ഇവിടെ എത്ര വെച്ച് ഇൻറ്റു ചെയ്യണം, 2 വെച്ച് ഇൻറ്റു ചെയ്യണം. അതായത് ഇതിന് ഓരോന്നിനും 2 വെച്ച് ഇൻറ്റു ചെയ്ത് എന്തായി മാറും, ഓരോന്നും 10 ആയി മാറും. is equal to 3/5 × 2 × 5 × 2. താഴെ നമ്മൾ എത്ര 2 ഇൻറ്റു ചെയ്തു, അതെന്ത് ചെയ്യണം, നമ്മൾ മുകളിലും ആ എണ്ണം ഇൻറ്റു ചെയ്യണം. എത്ര നമ്മൾ ഇൻറ്റു ചെയ്തേ, 2 എണ്ണം. 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും ഇൻറ്റു ചെയ്യണം. 2 × 2. അപ്പൊ നോക്കിയേ, 12/, എന്താ കിട്ടും, 5 × 2 10 ഇൻറ്റു 5 × 2 10 is equal to 12/, എന്ത് കിട്ടും, 100 കിട്ടും. 12/100. ഇപ്പൊ നമുക്ക് എളുപ്പമായിരുന്നോ, എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ അതുപോലെ എടുത്തെഴുതാം. എത്ര പോയിന്റ് മാറ്റാൻ നോക്കാം, ഇവിടെ 2 സീറോ ഉണ്ട്. അപ്പൊ എന്തിനാ, ലെഫ്റ്റിലോട്ട് 2 പോയിന്റ് മാറ്റണം. 1 2 പോയിന്റ് അവിടെ വരും, ഇവിടെ വരും. അത് ആൻസർ എന്ത് കിട്ടും, 0.12 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 3/40. എന്ത് ചെയ്യാൻ പോവാ, 10 10ന്റെ പവറൊന്നും അല്ലല്ലോ. എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. നമുക്ക് ചെയ്യാം, 40/2 20 കിട്ടും. വീണ്ടും 10 വീണ്ടും 5 കിട്ടും. 40 ഫാക്ടറൈസ് നമുക്ക് എങ്ങനെ കിട്ടും, 40 is equal to 2 × 2 × 2 × 5 എന്ന് കിട്ടും. 40 ഫാക്ടറൈസ് എങ്ങനെ കിട്ടി, 2 × 2 × 2 × 5. ഇനി നമ്മൾ എന്തോ ചെയ്യുന്നേ, ഇതിനെ 40ക്ക് പകരം ഫാക്ടറൈസ് ചെയ്യുക. is equal to 3/2 × 2 × 2 × 5 നമ്മൾ എഴുതി. ഇവിടെ ഇനി എന്താ ചെയ്യുന്നത്, 3/, നമ്മൾ എന്തും ഇങ്ങനെ ചെയ്യാൻ പോകുന്നേ, ഈ ഓരോ 2നും പേര് കൊടുക്കുക. നോക്കിയേ, ഇവിടെ നമ്മൾ 2ന് പേര് കൊടുത്തു ഇൻറ്റു 5. ഈ 2നും നമ്മൾ പേര് കൊടുത്തു. കാരണം ഈ 2ന് നമ്മൾ പേര് കൊടുത്തു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഒരു 2ന് പേരുണ്ട്. കാണ്ടേ, ഇതെന്താണ്, ഇതിന്റെ പേരാണ്, അല്ലയോ. നമ്മൾ ഇവിടെ ഓരോ 2നും 5 വെച്ച് കൊടുക്കുക. ഇവിടെ നാണ്ട് ഈ 2ന്റെ കൂടെ 5 ഉണ്ട്. അപ്പൊ നമ്മൾ അധികം വീണ്ടും കൊടുക്കാൻ പോകരുത്. എന്ത് ചെയ്താൽ മതി, ഈ 2ന് പേരുണ്ട്. നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ 10ലോട്ട് ആക്കുമല്ലയോ. നോക്കി, ഇതിനെ 2 കൊണ്ട് 2ന്റെ കൂടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെ 2 കൊണ്ട് 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇതിനെന്താണ്, ഇവിടെ ആ 2ന്റെ കൂടെ 5 പേരുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു 5 അധികം വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ഏതെങ്കിലും 2ന്റെ കൂടെ പേരായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 5 ഇതാണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണ്ട് 5 × 5 × 5 × 2 എന്ന് വന്നു. ഇവിടെ 2 അധികം വന്നില്ലയോ, 2 മാത്രമേ വന്നോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 അവിടെ അധികം അതിന്റെ കൂടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇതാണ്ട് ഇതിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, പേരായിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി എക്സ്ട്രാ 2 എണ്ണത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്താണ്, അതുപോലാണ്, ഇവിടെ ഒരു 5 അധികം വന്നത്. അപ്പൊ ആ 5 എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു 2ന് പേരായിട്ട് കൊടുക്കാം. ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതുപോലെ എടുത്തെഴുതാം, ഇൻറ്റു 2 × 5. നമ്മൾ എന്ത് ചെയ്യുക, താഴെ എത്ര 5 കൊടുത്തോ അത്രയും 5 മുകളിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ എത്ര 5 കൊടുത്തോളൂ, ഈ 2 5 നമ്മൾ എന്ത് ചെയ്തോളൂ, കൊടുത്തോളൂ. അപ്പൊ മുകളിൽ എന്താ, 2 5 കൊടുത്താൽ മതി. കാരണം എന്താ, ഇവിടെ ഒരു 5 ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു പേര് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മൾ എന്താ അത് അധികം കൊടുത്തില്ല, നമ്മൾ അധികം കൊടുക്കുന്ന മാത്രം എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിലും അധികം കൊടുക്കണം. ഇവിടെ നമ്മൾ 2 എണ്ണം മാത്രമേ 2 5 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അധികം കൊടുത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ആ 2 5 മുകളിൽ കൊടുക്കാവുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഇട്ട് വെക്കരുത്, ആൻസർ തെറ്റിപ്പോ. ഇവിടെ ഈ പേർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പേർ ഇവിടെ എഴുതിയത്. അധികം കൊടുത്ത് എത്ര വേണം, അത് മുകളിൽ കൊടുക്കണം. ഈസ് ഈക്വൽ ടു 3 into 5 15, 15 into 5 എത്ര കിട്ടും, 75 കിട്ടും. എത്ര കിട്ടും, 75 കിട്ടും. ബൈ 2 into 5 10 into 10 into 10 is equal to എത്ര വരും, 75 by 1000. ഇനി നമുക്ക് എന്താ എളുപ്പമായി എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്യാം, ഡെസിമലിലോട്ട് പോവാം. അപ്പൊ എന്ത് കിട്ടും, ന്യൂമറേറ്റർ അതുപോലെ എഴുതാം. ഇനി നമ്മൾ എത്ര പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റണം, എത്ര പ്ലേസാണ് മാറ്റണ്ടേ, 3 എണ്ണം. കാരണം എന്താ, ഇത് 1000 3 0, 1 2 3. അപ്പൊ പോയിന്റ് ഇവിടെ വരും, ഇവിടെ പ്ലേസ് ഒന്നും നമ്പർ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ എത്ര വരും, 0.075. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ ഡെസിമൽ ഫോംസ് എന്ന് പറഞ്ഞ പാഠമാണ് പഠിച്ചത്. ഇതിന്റെ ബാക്കിയുണ്ട്, നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ ഡെസിമലിനെ ഒരു ഫ്രാക്ഷൻ തന്നാൽ ആ ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ആദ്യം പഠിച്ച മെത്തേഡ് നമ്മൾ എന്തായിരുന്നു, ആ ഫ്രാക്ഷൻ തരുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ പ്ലേസിൽ 10 or 10ന്റെ പവർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ 0യുടെ എണ്ണം നോക്കി പോയിന്റ് മാറ്റിയിട്ട് നോക്കി ചെയ്യാം. അടുത്ത രണ്ടാമത് പഠിച്ച മെത്തേഡ് എങ്ങനെയാണ്, രണ്ടാമത് പഠിച്ച മെത്തേഡ് ഫ്രാക്ഷനിൽ 10 or 10ന്റെ പവറോ വരാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 10 or 10ന്റെ പവറിലോട്ടോ കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് രണ്ടാമത് പഠിച്ച മെത്തേഡ്. അപ്പം ഈ 2 മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം അതിന്റെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും ഈ ഹോംവർക്ക് ചെയ്യണം. ക്ലാസ് എടുക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കാനായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഹോംവർക്ക് എല്ലാവരും എനിക്ക് ചെയ്ത് അയച്ചു തരണം. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ കാണും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു മെത്തേഡ് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ